മനാഹബ്ബ ദുനിയ മനാസറബ് ഇദാ ആസറബ് ദുനിയാഹു അലാ ആഖിറതിഹി ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈഹി. ഒരാൾ ദുനിയാവിനെ ആഖിറത്തിനേക്കാൾ തിരഞ്ഞെടുത്താൽ കണ്ണിന്റെ മുന്നിൽ ദാരിദ്ര്യമുണ്ടാകും. നിങ്ങൾ ചിന്തിക്ക്, ഒരു 50 തെങ്ങ് 10 25 50 തെങ്ങ് കൊണ്ട് നമ്മൾ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു തോന്നി അല്ലേ? ഒരു 10 50 തെങ്ങ്, 8-10 മക്കളെ പോറ്റും, കെട്ടിക്കും, കടല്ല ഉണ്ടാവില്ല, റായത്ത് ജീവിക്കും, പള്ളി ഉണ്ടാക്കും, മദ്രസ ഉണ്ടാക്കും, എല്ലാം. ഇന്നത്തെ അവസ്ഥ എന്താ? പണം കൂടിയപ്പോൾ പള്ളിയൊക്കെ അറബി ഉണ്ടാക്കി. ആരോട് പറയത്തിട്ടാ? ആരോട് പറയട്ടെ? എൻ്റെ എടാ, ഉളുപ്പ് എന്നൊരു സാധനം നമുക്ക് ബാക്കിയുണ്ടല്ലോ. അയ്യേ, കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാർ എൻ്റെ നാട്ടുകാരാണ്. 1 കിലോ റബ്ബറിന് 146 റുപ്യൊക്കെയാണ് വില. എന്നിട്ടും ഒരൊറ്റ പള്ളി നാട്ടുകാരുണ്ടാക്കുന്നതായിട്ട് എനിക്കറിയില്ല. എവിടെ ചിന്തിക്കണം, എന്താ മനുഷ്യന് പറ്റിയത്? നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുക്കും, അറബികൾ പള്ളി ഉണ്ടാക്കി തന്ന കമ്മിറ്റി നമ്മളായി കൊടുക്കും. അത് പിന്നെ വിദേശികളെ സ്വീകരിക്കൂല. പള്ളി ഉണ്ടാക്കിയ അറബി അങ്ങാനും പറയാണ് പ്രസിഡന്റ് എന്നെ ആക്കണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പറയും അത് നമ്മൾ വാപ്പാപ്പാപ്പമാരെ കാലത്തൊരു കീഴ്വഴക്കുണ്ട്, ഈ നാട്ടിൽപ്പെടാത്ത ഒരാൾ പ്രസിഡന്റ് ആകും, നമ്മളതൊരു കറാമത്താണത്. പള്ളി അറബികൾ ഉണ്ടാക്കിയാൽ നമ്മൾ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ കമ്മിറ്റി ആയി കൊടുക്കും. പിന്നെ നമ്മളെ വാപ്പാൻ്റെ മുതലുമാതിരി നമ്മൾ നടത്തി കൊടുക്കും. അങ്ങനെയാണ്, അതാണ് നമ്മളൊരു തൗഫീഖ്. മനുഷ്യന്മാർ ചിന്തിക്കും, എന്നാ ഇനി മനുഷ്യന്മാരുണ്ടാവുക? പണം 1 ഉറുപ്പിക കണി കാണാത്ത കാലത്താണ്, 1 ഉറുപ്പിക കണി കാണാത്ത കാലത്താണ് ഈ പള്ളി മദ്രസയൊക്കെ ഉണ്ടാക്കിയത്. 1 ഉറുപ്പിക ഇല്ലാത്ത കാലത്ത് വൈകുന്നേരം വരെ പണിയെടുത്ത് അട്ട കടിക്കുന്ന പാടത്ത് പണിയെടുത്താൽ 2 ഓട്ടമുക്കാല് കിട്ടും. അക്കാലത്ത് എന്തായിരുന്നു? അന്നാട്ടിലെ ഏറ്റവും വലിയ വീട് അക്കാലത്ത് പള്ളിയാ. അല്ലേ അല്ലേ അല്ലേ? എന്നിട്ടോ ഇന്നെത്രയാണ് പണം? എല്ലാവർക്കും സൗകര്യമുണ്ട്. ചിന്തിക്കണം. പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്ന പെണ്ണുങ്ങള് കാത് നിറയെ 1-2 കൊല്ലം ഈ ചില്ലിക്കാശ് സ്വരൂപിച്ചിട്ട് ചിറ്റിടും. ചിറ്റൊക്കെ എങ്ങനെ കാതിലായി വരുന്ന സമയത്താണ് നല്ല നാവിന് നീളമുള്ള ഒരു മുസ്ലിയാരെ കൊണ്ടുവന്നിട്ട് ഒറ്റ വയറില് അന്ന് മുറിക്കും ചിറ്റ്. മുറിച്ചു കൊടുത്ത ചിറ്റികളിലെല്ലാം ചോരയുടെ പാടുണ്ടായിരുന്നു. ചിന്തിക്ക്. ഒരു രാത്രി 670 ചിറ്റി മുറിച്ചു ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. വലിയായിരുന്നു. അതായത് ആദർശേരി അംസക്കുട്ടി മുസ്ലിയാരെ ജ്യേഷ്ഠൻ. എന്താ മുതൽ! ഒരൊറ്റ രാത്രി 670 ചിറ്റി മുറിപ്പിച്ചു. ആ പെണ്ണുങ്ങൾ ചിറ്റങ്ങോട്ട് മുറിച്ചട് കൊടുത്തയച്ചു. 670 പെണ്ണുങ്ങൾ ചിറ്റി മുറിച്ചു കൊടുത്തയച്ചു ഒരു രാത്രിക്കത്തെ വേദന. എങ്ങനെ കഷ്ടപ്പെട്ടായിരിക്കും ആ വെള്ളിച്ചിട്ടുണ്ടാക്കിയത്? അങ്ങനെയാ പള്ളി ഉണ്ടാക്കിയത്, അങ്ങനെയാ മദ്രസ ഉണ്ടാക്കിയത്. നമ്മൾ എന്തുണ്ടായി? പള്ളികളിൽ അവകാശം പറഞ്ഞു, മദ്രസകളിൽ ചുമര് വെച്ചു, അറബി പണം കൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കി. നമ്മൾ ചിന്തിക്കണം, എന്താ നമ്മൾ ചെയ്തത്? എന്താ കാര്യം? നിങ്ങൾ ചിന്തിക്ക്. ഒരു 25 ലക്ഷം റുപ്യേൻ്റെ ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ 25 കക്കൂസിൻ്റെ പൈസ മതി. മര്യാദക്കൊരു കക്കൂസ് ഉണ്ടാക്കണമെങ്കിൽ 1 ലക്ഷം റുപ്യ. ഇല്ല അജയരെ? ഇല്ല നിങ്ങൾ പറ. നല്ല വിവരമുള്ള ആളുകൾ, ആ വിഷയത്തിലൊക്കെ നല്ല വിവരമുള്ള ആളുകൾ പുറത്തുണ്ട്. അല്ല നിങ്ങൾ പറയേ, ഒക്കെ കണക്കുള്ളവരാണുണ്ട്. തന്നെ 20 കക്കൂസ് ഒരു വീട്ടിലോ? ഈ പള്ളിയൊക്കെ ഉണ്ടാക്കിയ കാലത്ത് നമ്മളെ നാട്ടിൽ വീട്ടിലൊരു കക്കൂസ് ഇല്ല. നേരം വെളുത്താൽ വിളിമ്പുറത്തേക്ക് പോവുക. ഇല്ല ഓരോ ആജിയന്മാരിരുന്ന് അങ്ങനെ വീട്ടിലെ ഷോക്കേസിലെ ബൊമ്മയെ പോലെ തല ഇങ്ങനെ ആട്ടിയിരിക്കണം. ചിന്തിക്ക്. ഞാൻ തമാശ പറയാണ്, അല്ലാഹു നന്നാക്കട്ടെ. ഈ പള്ളിയും വാഖഫൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് നമ്മളെ നാട്ടിൽ ഒരു വീട്ടിൽ ഒരു കക്കൂസില്ല.
4 ആളുള്ള വീട്ടിൽ 6 കക്കൂസ്. എന്താ അവസ്ഥ? എങ്ങനെ വളർന്നോ? ഇതാ ഇവിടെ ഈ കുനിയിൽ അടുത്തൊരു സ്ഥലത്ത് 15 കുടുംബങ്ങൾ ചേകനൂരായി. പ്രസംഗിക്കാൻ വേണ്ടി, ചേകനൂരികൾക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ കുനിയിലൊരു വയസ്സൻ വന്നിട്ട് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, കുട്ടിയെ 2 വാക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ അണ്ണാക്ക് കയറി പറയുന്നത്? ഇവർ നന്നാവൂലടാ എന്ന് പറഞ്ഞു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഒന്നുമല്ല, ഇവരെ ഇരിക്കുന്ന വീടുകളും ഇവരെ പറമ്പുകളും ഒക്കെ വായക്കാട്ടെ ദാറുൽ ഉലൂമിന് കുഴപ്പ കൊടുത്ത വഖഫിന്റെ സ്വത്താവുന്നു. അതിലാണ് ഇന്നവർ വീട് കെട്ടിപ്പാർക്കുന്നത്. വഖഫിന്റെ ഭൂമി സ്വന്തപ്പെടുത്തിയ മനുഷ്യന്മാർക്ക് എങ്ങനെ ഈമാൻ ഉണ്ടാവുക? അവരെ മക്കൾ ദജ്ജാലും ചേകനൂരും അല്ലാതെ എന്താവുക എന്ന് ചോദിച്ചു. എൻ്റെ കുട്ടി എന്നെ വിളിച്ചവരെന്ത് ഒരു ഉണ്ടാവില്ല. ചിന്തിക്കണം. ഒരു വയസ്സൻ കുനിന്ന് കഴിഞ്ഞതിൻ്റെ മുകളിലേക്കുള്ള അള്ളാനെയും കട്ടു, വഖഫിന്റെ മുതലും കട്ടു, ഒക്കെ കട്ടു. എന്തിന്? ഈ നിസ്സാരമായ ദുനിയാവിന് വേണ്ടി. അതാണ് അർബഅത്തുൻ മിനത്വയുരി ത്വയ്റു തൗസുനാദി കുൻ ഖുറാബുൻ നാസിറു. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, കുനിങ്ങൾ അതുകൊണ്ട് ഹിർസ് മനുഷ്യന്റെ ഏറ്റവും വലിയ നാശമാണ്. ഹിർസ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. തസവ്വുഫിന്റെ കിതാബുകൾ നാടു നീങ്ങും. ബഹുമാനപ്പെട്ട മമ്പർത്ത തങ്ങൾ പാപ്പ പറഞ്ഞു, തസവ്വുഫിന്റെ കിതാബില്ലാതെയോ? അതായത് ഹൃദയ ശുദ്ധീകരണത്തിന്റെ പാഠങ്ങൾ മലയാളികൾ മറക്കും. ആഖിർസമാനായാൽ അത് നമ്മൾ മറന്നു. അതുക്കിയ പോലത്തെ ഒന്നും ഇന്ന് നമ്മുടെ ജീവിതത്തിലില്ല. ഹൃദയ ശുദ്ധീകരണത്തിന് في السفينة يركب ويغوص باهرا ثم درا حسفلا وقد ذكرت الطريقة والحقيقة يا أخي من غير فعل شريعة لم تحصلا. അദ്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബായിരുന്നു. അതെല്ലാ പള്ളിയിലും ഓടിയിരുന്നു. ഇന്ന് പള്ളിയിലെ ഓത്ത് തന്നെ നിർത്തി. ദർസില്ല, ദർസിൽ താല്പര്യമില്ല. ദർസുകൾ അന്യാധീനപ്പെട്ടു. ദർസിൽ താല്പര്യമില്ല. ഇന്നോ ഏത് പള്ളിയിലാണ് മുഅ്മിനീങ്ങളെ തസവ്വുഫിന്റെ കിതാബ് ഓടിയത്? ദർസിൽ നിന്നായിരുന്നു. എന്തിനാ തസവ്വുഫ്? ഹൃദയത്തെ നന്നാക്കാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് പള്ളിക്കാരോട് പറയാനുള്ളത്, എന്ത് വന്നാലും പള്ളി ദർസ് ഉണ്ടാക്കണം. ആരെ മക്കളെ അയക്കണം? വിദേശി മക്കൾ പഠിച്ചോട്ടെ. കമ്മറ്റിക്കാരെ മക്കളെ ആദ്യം അയക്കണം. എന്തുകൊണ്ട്? ഐസക് ന്യൂട്ടന്റെ വിജ്ഞാനം പഠിക്കണ്ടാന്ന് എനിക്ക് വാദമില്ല. ആ വിജ്ഞാനം റബ്ബ് ഇറക്കിയതാണ്. പക്ഷെ അത് ഇറക്കിയത് ആ ഐസക് ന്യൂട്ടനിലൂടെയാണ്. അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനാപത്ത് കുളിച്ചിട്ടില്ല. ഇങ്ങോട്ട് കുളിക്കൂല. ആര്? ഒന്ന് പറയും മനുഷ്യന്മാരെ. ഐസക് ന്യൂട്ടൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനാപത്ത് കുളിച്ചിട്ടില്ല. ജെയിംസ് വാട്ടാണ് തീവണ്ടി കണ്ടുപിടിച്ചത്. ആശാരിയുടെ മോന, കാർപ്പൻട്രാ. റൈറ്റ് ബ്രദേഴ്സാണ്, മുശ്രിക്കീങ്ങളായ റൈറ്റ് ബ്രദേഴ്സാണ് വിമാനം കണ്ടുപിടിച്ചത്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയ.